കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഓഗസ്റ്റ് 17 മുതൽ 24 വരെയാണ് ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം നടന്നത്. പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഓഗസ്റ്റ് 17 മുതൽ 24 വരെയാണ് ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം നടന്നത്. ഭാഗവത ഭൂഷണം സജീവ് മംഗലത്ത് ആചാര്യത്വം വഹിച്ചു. എത്ര അശുദ്ധിയെയും ശുദ്ധമാക്കാൻ കഴിയുന്നയാളാണ് ആര്? ഈശ്വരൻ. അപ്പൊ അവിടത്തോട് പ്രാർത്ഥിച്ച് ചെയ്താൽ ഇത് ശുദ്ധമാക്കണം. ഇത് എന്തെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധാഹീനം, നമുക്ക് ചിലപ്പോൾ ശ്രദ്ധ വിട്ടുപോയിട്ടുണ്ടാവും. ദ്രവ്യശുദ്ധിയുടെ കുറവ്, അപ്പോൾ ദ്രവ്യത്തിലുള്ള ശുദ്ധിക്കുറവ്, ശുദ്ധിഹീനം, ശ്രദ്ധാഹീനം, ഭക്തിഹീനം. ഭക്തി ചിലപ്പോൾ വേണ്ടത്തിനുണ്ടായതിരിക്കില്ല. നമ്മളിത് ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ശല്യം ചെയ്യണം. കുട്ടികൾ ചിലപ്പോൾ അമ്മമാരെ മുത്തശ്ശിമാരൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ശല്യം ചെയ്യിപ്പിച്ചപ്പോൾ ദേഷ്യപ്പെടും. അപ്പൊ ആദ്യത്തെ ആ ഒരു ഭക്തിയുടെ ഭാവത്തിനൊക്കെ മാറ്റം വന്നിട്ട് ദേഷ്യ വന്നേട്ടമ്മ. ശരിയല്ലേ? ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പ്രാർത്ഥിക്കണം ഭഗവാനോട്. എന്താ? ഭക്തിഹീനം, ശുദ്ധിഹീനം, ശ്രദ്ധാഹീനം, അല്ലേ? മന്ത്രഹീനം. ജപിച്ചതിൽ ചിലപ്പോൾ തെറ്റു, ചിലപ്പോൾ പുസ്തകത്തിൽ എഴുതിയ പോലെ ആയിരിക്കും ജപിച്ചത്. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നുണ്ടോ? എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമ ജപം, സമൂഹ പ്രാർത്ഥന, ഗ്രന്ഥപൂജ, വൈകിട്ട് ലളിത സഹസ്രനാമ ജപം എന്നിവയും നടത്തപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.